നമസ്കാരം. SS സമിതി അഭയകേന്ദ്രത്തിന്റെ സ്വന്തം മകൾ ഇന്ന് വിവാഹിതയായി. വർഷങ്ങൾക്ക് മുമ്പാണ് മയ്യനാട് SS സമിതിയിൽ ഭോപ്പാൽ സ്വദേശിനിയായ മാനസിക നില തകരാറിലായ ഒരു സ്ത്രീയെ എത്തിച്ചത്. കൊണ്ടുവരുമ്പോൾ തന്നെ പൂർണ്ണ ഗർഭിണിയായിരുന്നു ആ സ്ത്രീ. ഇവിടെ എത്തി 12-ാം ദിവസം ആ സ്ത്രീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾക്ക് ആശമോൾ എന്ന പേരുമിട്ടു. ആ പെൺകുട്ടിയുടെ ബാല്യകാലവും കൗമാരവും SS സമിതിയിലെ അന്തേവാസികൾക്ക് ഒപ്പമായിരുന്നു. സമിതിയുടെ മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവ്യർ മകളെ പോലെ വളർത്തി. സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് തല വിദ്യാഭ്യാസവും പൂർത്തീകരിച്ച ശേഷം TTC പഠനവും പൂർത്തീകരിച്ച് മയ്യനാട് കാക്കോട്ടുംമൂല സ്കൂളിൽ താൽക്കാലിക അധ്യാപികയുടെ ജോലി നേടിക്കൊടുത്തു. തൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ മാനസിക രോഗികളുടെയും അശരണരുടെയും കൂടെ വളർന്ന അവൾ ഇന്ന് വിവാഹിതയായിരിക്കുന്നു. കൊല്ലം പടപ്പക്കര ജിജോ ഭവനിൽ ജിജിൻ ജോസഫ് ആശമോളെ സ്വന്തമാക്കി. സ്ഥിരമായി പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴി കണ്ട പരിചയമാണ് ജിജിൻ ജോസഫിന് ആശമോളെ സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നിയത്. പിന്നീട് വീട്ടുകാരോട് വിവരം പറഞ്ഞ ശേഷം വീട്ടുകാരുമൊത്ത് SS സമിതിയിലേക്ക് എത്തി പെണ്ണു ചോദിച്ചു. തുടർന്ന് മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവ്യറും സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരും സാമൂഹിക നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ജിജിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി. തുടർന്ന് ജിജിന് ആശമോളെ നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ, സാമൂഹിക നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് വിവാഹം നടത്തിക്കൊടുത്തു. ഇത് എൻ്റെ സാർവത്രിക സഹോദരി സമിതി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടെ ഈ കുഞ്ഞിൻ്റെ അമ്മ വരികയും അതിനുശേഷം ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവിക്കുകയും ചെയ്ത കുട്ടിയാണ്. അപ്പം അവിടെ തന്നെ പ്രസവിച്ച് വളർന്ന കുഞ്ഞാണ്. ഇപ്പോഴവൾ ഒരു സ്കൂളിലെ അധ്യാപികയാണ്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. സന്തോഷമായിട്ടൊക്കെ പോകുന്നു. അവളുടെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അമ്മയുണ്ട്. അവൾ ജനിച്ച പോലെ അവൾ തന്നെയാണ്. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു സങ്കടം ഇന്നിപ്പോൾ. അമ്മയ്ക്ക് മകളിങ്ങനെ മാറി നിൽക്കും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഒരു ചെറിയ സങ്കടം. അതുകൊണ്ട് അങ്ങനെ അമ്മയെ കൊണ്ടുപോയി. ഞാൻ അവിടെ വന്ന് ജനിച്ചേ. അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു വന്നപ്പം അവിടെ വന്നാ ജനിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ സാറാ ഞങ്ങളെ വളർത്തിയെ. ഞാനിപ്പം കാക്കോട്ടുംമൂല ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ അച്ഛൻ്റെ ആലോചന വരുന്നതും. ഇല്ല, നമ്മള് കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ചോദിക്കുകയായിരുന്നു. അതായത് അച്ചാച്ചൻ അവിടെ ഫുഡ് കൊടുക്കാൻ വന്നപ്പം എന്നെ പോലെ വേറൊരു ചേച്ചി അവിടെ നിന്നാണ് വളർന്നത്. അപ്പം റിലേറ്റീവ് അവിടെ ഇങ്ങനെ ഫുഡ് കസിൻ ബ്രദർ എത്തിക്കുന്നത് അവിടെ നിന്നാണ്. അങ്ങനെ കണ്ട് പരിചയമായിച്ചെന്ന് ചോദിച്ചാണ്.